നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ വിരാമം. VD സതീശനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ദില്ലിയിൽ AICC വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. AICC നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF നേടിയ വൻ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റി നടന്ന ചർച്ചകൾക്കും നേതൃത്വ തർക്കങ്ങൾക്കും ഒടുവിലാണ് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. 11 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ചർച്ചകൾക്ക് വിരാമമിട്ട് ഹൈക്കമാൻഡ് സതീശന്റെ പേരിൽ മുദ്രവെച്ചിരിക്കുകയാണ്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളും അവസാനഘട്ട ചർച്ചകളിൽ സജീവമായിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പിൽ UDFന്റെ മുഖമായി മുന്നിൽ നിന്നതും LDFനെതിരെ ശക്തമായ പ്രചാരണം നയിച്ചതുമാണ് സതീശന് അനുകൂലമായ പ്രധാന ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ തലസ്ഥാനത്തടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷം ആരംഭിച്ചു. അതേസമയം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം. മുസ്ലിം ലീഗിന് നിർണായക വകുപ്പുകൾ ലഭിക്കുമെന്നാണ് സൂചന. Accordingly, the Congress President has held extensive discussions with the chairperson of the Congress Parliamentary Party, leader of the opposition in the Lok Sabha, the AICC observers who had met with the newly elected MLAs on May 7th, 2026, and many other leaders from the state, including MPs, former PCC presidents, have also been consulted. Based on all these discussions, it has been decided that Shri VD Satishan be appointed as the leader of the CLP. Thank you so much. പനവാസമില്ല, ഇനി പട്ടാഭിഷേകം. അനിശ്ചിതത്വങ്ങൾക്കും അധികാര വടംവലികൾക്കുമൊടുവിൽ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിൽ UDF 102 സീറ്റുകൾ നേടി ഭരണം തിരികെ പിടിച്ചപ്പോൾ പടനയിച്ചവൻ നാടിനെ നയിക്കട്ടെ എന്ന ജനവികാരം ഉൾക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. 100 സീറ്റിൽ വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട മുൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി. 5 വർഷത്തെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് VD സതീശൻ എന്ന ജനനായകനെ കേരളത്തിന്റെ ഭരണചക്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF രണ്ടാമതും അധികാരത്തിൽ വന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീശനെ പ്രതിപക്ഷ നേതാവായി നിയമിച്ചത്. പാർട്ടിക്കുള്ളിലെ തലമുറമാറ്റത്തിന്റെ ഭാഗമായ തീരുമാനം. പാർട്ടിയെ നയിക്കുക എന്നതു മാത്രമല്ല, അണികളിൽ അണഞ്ഞുപോയ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്ന കർത്തവ്യവും സതീശനുണ്ടായിരുന്നു. VD സതീശൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും പ്രതിപക്ഷ നേതാവിന്റെ ഉറക്കമൊഴിഞ്ഞ പ്രവർത്തനവും കേരളത്തിൽ കോൺഗ്രസിന് ജീവൻ പകർന്നു. 100-ലധികം സീറ്റുകൾ UDF നേടുമെന്നും 1 ഡസനിലധികം മന്ത്രിമാർ തോൽക്കുമെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രവചിച്ച മറ്റൊരു നേതാവുമുണ്ടായിരുന്നില്ല. 2021 പിണറായി വിജയന്റെ ഭരണ തുടർച്ചയ്ക്ക് പിന്നാലെ പ്രതിസന്ധിയിലായ UDFനെ കരുത്തോടെ നയിച്ച നേതാവിന്റെ ഗ്രൗണ്ട് മനസ്സിലാക്കിയുള്ള പ്രവചനമായിരുന്നു അത്. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടാശ്ശേരി ദാമോദരമേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായി 1964 മെയ് 31 സതീശന്റെ ജനനം. വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട സതീശൻ പനങ്ങാട് ഹൈസ്കൂളിൽ സ്കൂൾ ലീഡറും പിന്നീട് തേവര SH കോളേജിൽ യൂണിയൻ ഭാരവാഹിയുമായി പൊതുരംഗത്ത് സജീവമായി. MG സർവകലാശാല യൂണിയൻ ചെയർമാനായും NSS ദേശീയ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നിയമ ബിരുദധാരിയായ സതീശൻ കുറേക്കാലം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം, നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചു. തമിഴ്നാടിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയായിരുന്നു. 5 വർഷം KPCC ഉപാധ്യക്ഷ പദവി വഹിച്ചു. മികച്ച MLAയ്ക്കുള്ള 25-ലേറെ അവാർഡുകൾ ലഭിച്ചു. 1996 ആദ്യമായി പറവൂരിൽ നിന്നും ജനവിധി തേടുന്നത്. അന്ന് CPIയിലെ P രാജുവിനോട് 1116 വോട്ടുകൾക്കാണ് തോറ്റതെങ്കിലും 5 വർഷത്തിനിപ്പുറം P രാജുവിനെ തന്നെ തറപറ്റിച്ച് സതീശൻ MLAയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 7434 വോട്ടുകൾക്കാണ് ജയം. CPIയുടെ കോട്ടയായി കണക്കാക്കപ്പെട്ട മണ്ഡലം പിന്നീട് സതീശനിൽ നിന്നും തിരിച്ചുപിടിക്കാൻ ആർക്കും സാധിച്ചില്ല എന്നത് ചരിത്രം. 2011 CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രനും 2016 ശാരദാ മോഹനും സതീശനെ നേരിട്ടെങ്കിലും പരാജയമായിരുന്നു ഫലം.
ഓരോ തവണയും സതീശൻ ഭൂരിപക്ഷം ഉയർത്തി. 2021 MT നിക്സണെയും ഇക്കുറി ടൈസൺ മാസ്റ്ററെയും വീഴ്ത്തി. സതീശൻ പറവൂർ തന്റെ സ്വന്തം കോട്ടയാണെന്ന് തെളിയിച്ചു. ലക്ഷ്മിപ്രിയയാണ് ഭാര്യ. ഉണ്ണിമായ മകളാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് നഗരത്തിൽ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ആഹ്ലാദം പങ്കുവച്ചു. മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ്, അനീഷ് പാലയൂർ, KV സത്താർ, V മുഹമ്മദ് ഗൈസ്, PT ഷൗക്കത്ത് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആലോചനാ യോഗം ചേർന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് CK സുദീപ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ VV തിലകൻ, VK ദാസൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിവൻ വാഗ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CO ആൻഡോ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് എന്നിവർ സംസാരിച്ചു. മെയ് 15-ന് മറ്റം സെന്ററിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് MP സജീബ് നിർവഹിക്കും. ജനപ്രതിനിധികൾ, ആശാവർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകണമെന്നും മന്ത്രിസഭയിൽ 33% വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുലൈഖ അബ്ദുൾ അസീസ് ആവശ്യപ്പെട്ടു. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് കുന്നംകുളം മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ പെരുമ്പിലാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. മണ്ഡലം കൺവീനർ സെറീന നജീബ് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ മുഖ്യാതിഥിയായി. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി നദീറ കുഞ്ഞിമുഹമ്മദ്, എക്സിക്യൂട്ടീവ് അംഗം ഹസീന സലീം, ജമാഅത്തെ ഇസ്ലാമി വനിതാ ഏരിയ കൺവീനർ സഫിയ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ജംഷീറ ഹിജാസ് സ്വാഗതവും ഷെറീന സിദ്ദീഖ് നന്ദിയും പറഞ്ഞു. കൺവെൻഷനോടനുബന്ധിച്ച് വനിതകൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. അഷ്റഫ് കൂട്ടായ്മ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 17-ന് പൊന്നാനി കർമ്മ ബീച്ചിൽ വെച്ച് നടത്തുന്ന ലഹരിമുക്ത കേരളം മഹാസംഗമത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് പെരുമ്പിലാവ് സെന്ററിൽ സ്വീകരണം നൽകി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വീകരണത്തിൽ പ്രസിഡന്റ് അഷ്റഫ് കഴുത്താക്കൽ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ NK കുഞ്ഞുകുട്ടി ലഹരിമുക്ത സന്ദേശം നൽകി. ട്രഷറർ VC അഷ്റഫ് ഹാരാർപ്പണം നടത്തി. ജാഥ ക്യാപ്റ്റൻ മൗവൽ അഷ്റഫ് മറുപടി പ്രസംഗം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് കഞ്ഞിപ്പുര, ജില്ലാ മേഖലാ ഭാരവാഹികളായ അഷ്റഫ് ഉമാർ എന്നിവർ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു. നോയിഡയിലെ തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CITU എളവള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന ഐക്യദാർഢ്യ കൂട്ടായ്മ CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. TD സുനിൽ അധ്യക്ഷനായി. KS പ്രമോദ്, KS സദാനന്ദൻ, NB ജയ, സുനിയ, BR സന്തോഷ്, RA അബ്ദുൾ ഹക്കീം എന്നിവർ സംസാരിച്ചു. വേലൂർ പഴയങ്ങാടി ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ 1ാം വാർഷികാഘോഷം വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ഭാരവാഹി ബെന്നി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബദുൽ സൈമൺ, ശ്രീമതി ജനാർദ്ദനൻ, അങ്കണവാടി വർക്കർ ഫിലോമിന, കൂട്ടായ്മ പ്രസിഡന്റ് ജോഷി, സെക്രട്ടറി ഷിജോ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷങ്ങൾക്ക് ഭാരവാഹികളായ ഫ്രാൻസിസ്, വർഗീസ്, സണ്ണി, ജിൻഡോ, സജി, രാജേഷ്, ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും അങ്കണവാടി വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹ സമ്മാന വിതരണവും നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നുമുണ്ടായി. നമ്മൾ ചാവക്കാട്ടുകാർ സൗദി ചാപ്റ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ലോകത്തെ അമൂല്യ സമ്മാനം രക്തദാനം എന്ന പ്രമേയത്തിൽ റിയാദ് കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയുമായി സഹകരിച്ച് തുടർച്ചയായ 3ാം തവണ നടത്തിയ ക്യാമ്പിൽ വനിതകളടക്കം നിരവധി പേർ പങ്കെടുത്തു. BDK സൗദി പ്രസിഡന്റ് ഗഫൂർ കൊയിലാണ്ടി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ജാഫർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. റിയാദ് മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി ജയൻ കൊടുങ്ങല്ലൂർ, സൈഫ് കൂട്ടുങ്ങൽ, നിഹാസ് പാനൂർ, ഷാജഹാൻ ചാവക്കാട്, ആരിഫ് വൈശ്യം വീട്ടിൽ, ഷാഹിദ് അറക്കൽ, സിറാജുദ്ദീൻ ഓവുങ്ങൽ, അലി പുത്താട്ടിൽ എന്നിവർ സംസാരിച്ചു. ഫെർമിസ് മടത്തൊടിയിൽ സ്വാഗതവും മനാഫ് അബ്ദുള്ള നന്ദിയും പറഞ്ഞു.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,880 രൂപ. സ്വർണം പവന് 1,19,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 300 രൂപ. ചരമം. മറ്റം ഇമ്മട്ടി ജോണി ഭാര്യ സിൽവി നിര്യാതയായി 61 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 5-ന് മറ്റം സെന്റ് തോമസ് ഫൊറാന ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ജിൻസി ജോൺ, ലജാനറ്റ് ജാക്സൺ, ജോസ്ഫിൻ ജോൺ എന്നിവർ മക്കളാണ്. ചിറ്റാട്ടുകര ചിറ്റിലപ്പള്ളി ജോസ് മാസ്റ്റർ നിര്യാതനായി 50 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 5-ന് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. പരേതയായ ബ്രിജിത്തയാണ് ഭാര്യ. ബീന, ബിന്ദു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.